കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി, ചുമന്നുള്ളി, കരിയാപ്പില കൊണ്ടുവന്നതെല്ലാം മോശമായിപ്പോയി. അതിന് തപ്പിപ്പെറുക്കണം അതിനകത്തുനിന്ന്. ഇവർ നമ്മുടെ വണ്ടിയെല്ലാം രണ്ടുപേരാണ് കേട്ടോ. ഇവരെ ഇപ്പോൾ നമുക്ക് എല്ലാപ്പോരും കിട്ടിയതാണ്. ഇവർ മുന്നേ വന്ന് ചോറൊക്കെ വെച്ചു. എനിക്ക് ഇവരെ ആൾക്കാരെ അറിയാം, പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പേരെങ്ങനെയായിരുന്നു? അനന്തു, ജീമോൻ. അപ്പോൾ അനന്തവും ജീമോനും. വീട് എവിടാ? കുമരകം. രണ്ടുപേരും കുമരകംകാരാട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് മീൻ കഴിക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് മീൻ കറി വെക്കാം. ആണോ? ഇടയ്ക്ക് ഞങ്ങൾക്ക് വീട്ടിലോട്ട് മീനൊക്കെ മേടിച്ച് കൊടുത്തു വിടാറുള്ള ആൾക്കാരാട്ടോ. അതെ, കിട്ടിയുള്ളൂ കേട്ടോ. എൻ്റെ കൈയെല്ലാം പുകയാൻ വേണ്ടി, കൈയൊക്കെ പുകയുന്നു. പിന്നെ എത്ര ദിവസമായി മീൻ കൂട്ടി കഴിച്ചിട്ടല്ലേ മുത്തേ? എന്നാ പറയാനോ, കടയിൽ നിന്ന് ഞാൻ ഇവിടെ നല്ല സീ ഫുഡ് കിട്ടുമായിരുന്നു, മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ മീൻകറി റെഡിയാകാൻ പോവാണ്. കടുക്, ഉലുവ, കോട്ടയം സ്റ്റൈൽ മീൻകറി കേട്ടോ. കോട്ടയം മീൻകറി. ഭയങ്കര കാറ്റായതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം കൂടെ ചതച്ചത്. കാറ്റ് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഈ കടൽ തീരമായതുകൊണ്ട്, തീരദേശം ആയതുകൊണ്ട് അങ്ങനെ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. പൊടി ഇടാൻ പോവാ കേട്ടോ. പൊടി നേരത്തെ ഇട്ടു. അതായത് കാറ്റിലെ മോന്തയ്ക്ക് ഇപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ലേശം ഇട്ടാൽ മതി. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുളകും മഞ്ഞളും മതി. ഞാനൊരു അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യമേ ഉപ്പും പുളിയും കൂടെ തിളപ്പിച്ച് വെച്ചു. ഇച്ചിരി മൂത്ത് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് ഓർത്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ മൺചട്ടിക്കകത്താണ് കേട്ടോ വെക്കുന്നത്. വണ്ടിക്കകത്ത് മൺചട്ടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടപ്പ് ഞങ്ങൾ തിരിച്ച് വെച്ച് ഇതിനകത്ത് മീൻ വറക്കുകയും ചെയ്യും. നല്ല കട്ടിയുള്ള അടപ്പാണ്. അപ്പോൾ ഇത് മതി, അല്ലെങ്കിലേ ചിലപ്പോൾ കരിഞ്ഞു പോകും ഇവിടുത്തെ കാറ്റിന്. പിന്നെ അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ മീനിടുന്നത്. തിളച്ച് ഇതല്ലേ നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട്. എന്നാണേലും പുളിയുണ്ട് കേട്ടോ. നല്ല ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ കരിയാപ്പില കൊണ്ടുവന്നതെല്ലാം ചീത്തയായിരുന്നു. ഞാൻ 5-6 കിട്ടി, അതൊക്കെ ഞാൻ ഇട്ടു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാൻ പോവാം. വെളിച്ചെണ്ണയുടെ മണം പോകുന്നു. ഇതൊക്കെ വെളിച്ചെണ്ണയുടെ മണം പോകാൻ ഇപ്പോൾ അടച്ചു വെക്കട്ടെ. ഇനി അടുത്ത മീൻ വറക്കാൻ പോകട്ടോ. ഇത് നമ്മുടെ ചട്ടിയുടെ അടപ്പാണ്. നമ്മൾ അതിലേക്ക് മീൻ വറക്കാൻ പോവാം. എല്ലാം ഞാൻ ഇതിനകത്ത് കൊള്ളിക്കും. ഇപ്പം നോക്കിക്കോ. ഓക്കെ അല്ലേ? വേഗം മുരിഞ്ഞ് വരും മീനെ. നമ്മുടെ മീൻകറിയും മീൻ വറുത്തതും റെഡി. ഇത് കർണാടകയിൽ നിന്ന് മേടിച്ച കുത്തിരിയാണ് കേട്ടോ. അധികം തവിട് കളയാത്ത കുത്തിരിയാണ്. കളറൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. ബാബാ വരൂ. അതെ, എല്ലാവർക്കും നല്ല വിശന്നിരിക്കുന്ന സമയം ഇപ്പം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അതെ പക്ഷെ ഞാൻ വീട്ടിൽ വെക്കുന്ന പോലത്തെ ടേസ്റ്റ് ആയില്ല കേട്ടോ.
മീൻ വറുക്കും, അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന അച്ചാർ കേട്ടോ, ഹോം മെയ്ഡ് അച്ചാർ. മീൻകറി എങ്ങനെയുണ്ട്? ചേട്ടായിക്ക് പുളി അത്ര ഇഷ്ടമില്ല കേട്ടോ, അപ്പം നിങ്ങളുടെ കണക്കാണ് ഇന്നത്തെ മീൻകറി. നമ്മുടെ പോർബന്ദർ ട്രിപ്പിൻ്റെ പാചകം അങ്ങനെ ഇന്നത്തോടുകൂടി പൂർത്തിയാകുകയാണ്. അപ്പം ഞങ്ങൾ ചോറും മീൻകറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ മംഗലാപുരമായി. അപ്പോൾ നമ്മുടെ ബില്ല് ഇവിടെ വരെയുള്ള ബില്ലേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലേക്കുള്ള ബില്ല് നമുക്ക് നാളെ, ഇന്നിപ്പോൾ ഞായറാഴ്ച അവധിയായതുകൊണ്ട് നാളെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കൂടെ വന്നൊരു വണ്ടിക്കാരെ നമ്മളിപ്പോൾ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് അവിടെ സ്കൂളിൽ ചെല്ലേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഇറക്കാനും അവിടെ ലോഡ് കയറ്റാനായിട്ട് 2-3 ദിവസം താമസിച്ചു. പിന്നെ ഇപ്പം ഇവിടെ ലോഡില്ലാതെ അവിടെ 2 ദിവസം കിടന്നു. അപ്പം അങ്ങനെ നമ്മുടെ 3-4 ദിവസം പോവുകയും ചെയ്തു. ഇതൊക്കെയാണ് ലോറിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നമുക്ക് അവിടെ നിന്ന് 3 ഡെലിവറി ലോഡാണ് കയറ്റിയത്. ഒന്ന് മാഹി, ഒന്ന് കോഴിക്കോട്, ഒന്ന് തിരുവനന്തപുരം. അതിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ബില്ല് ശരിക്കും തമിഴ്നാടിനുള്ള ബില്ലാണ് അവർ തന്നത്. കർണാടക എത്തുമ്പം വിളിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ വിളിച്ചിട്ട് ഇന്നലെ അവർ ബില്ല് റെഡിയാക്കി തന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസ് അവധിയാണ്, ഇനി തിങ്കളാഴ്ച രാവിലെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ആ ബില്ല് വന്നാലേ ഈ വണ്ടി കേരളത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ശരിക്കും അതുകൊണ്ട് നാളെ ഇറക്കേണ്ട കോഴിക്കോട് മാഹി ഇറക്കേണ്ട ലോഡ് ഇനിയിപ്പോൾ നാളെ ഇറക്കാൻ പറ്റില്ല. തിങ്കളാഴ്ച ഇറക്കാൻ പറ്റില്ല. ഇനി അത് ചൊവ്വാഴ്ച ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച അവിടെ ഇറക്കിയിട്ട് പിന്നെ തിരുവനന്തപുരം വരുമ്പോൾ ബുധനാഴ്ച ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ദിവസം കിടക്കണം, മംഗലാപുരത്തിന് ഇപ്പം എവിടെയെങ്കിലും കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ മോൾ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിനോട് നിന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മുടെ പോകും. അത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കിയിട്ട് വരവ് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രെയിനിന് കയറി വരാമെന്നുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരു വണ്ടിയിലെ ഒരാളെ ഈ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊരു ട്രെയിനിന് കയറി ഇപ്പം വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പോർബന്ദർ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയൊരു യാത്രയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.